ഹലോ ഫ്രണ്ട്സ്, 2005 ഫെബ്രുവരിയിലാണ് ഞാൻ UK ആദ്യമായിട്ട് എത്തുന്നത്. ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഗ്നറ്റ് വിസ സ്റ്റിക്കർ നമ്മുടെ പാസ്പോർട്ടിൽ അടിച്ചു തരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ എൻട്രി ക്ലിയറൻസുകളും ഇമിഗ്രേഷൻ ക്ലിയറൻസുകളും എല്ലാം നടത്തി UK വരുന്നതും UK വന്നു കഴിഞ്ഞാലും ഈ ഒരു വിസ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ ഇറങ്ങിപ്പോരാൻ പറ്റും. കാരണം നമ്മൾ ലീഗലായിട്ടുള്ള ഒരാളാണ്, നമ്മൾക്ക് വിസ ഉണ്ട്, വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു BRP കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. നവംബർ 25, 2008 ഈ ഒരു BRP കാർഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അതിനുശേഷം നിങ്ങൾ ആദ്യമായിട്ടാണ് UK വരുന്നതെങ്കിൽ ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ ആ BRP കാർഡ് കളക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയായിരുന്നു. അങ്ങനെ ഈ ഒരു സമയം വരെ എത്തിയിട്ടുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വന്നതിന് ശേഷം അവർ BRP കാർഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു BRP കാർഡാണ് ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ്. അപ്പോൾ അതാണ് നമ്മൾ എല്ലാ പ്രൂഫിനും വേണ്ടി ഇത്രയും നാൾ നമ്മൾ കൊടുത്തിരുന്നത്. കാരണം അത് നമ്മുടെ കയ്യിൽ വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതൊരു കാർഡ് ആയതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും നമുക്കത് മിസ്സായി, അല്ലെങ്കിൽ പലയിടത്തും നമുക്കത് നഷ്ടപ്പെട്ടിട്ടുള്ള ധാരാളം വാർത്തകൾ പുറത്തു വന്നു. കാരണം ഇതൊരു കാർഡാണ്. ഈ കാർഡ് നഷ്ടപ്പെടാനായിട്ട് ചാൻസുകൾ വളരെയധികം കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ ധാരാളമായിട്ട് വന്നതോടുകൂടി ഗവൺമെൻറ് ഇതിനെതിരെ ഒരു ഓൾട്ടർനേറ്റീവ് കൊണ്ടുവരാനായിട്ട് അവർ പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് പുതിയ ഒരു നിയമം വരാൻ പോകുന്നുള്ള കാര്യം നമ്മളെല്ലാവരും പറഞ്ഞത്. 2024 ഡിസംബർ 31 ഈ ഒരു BRP കാർഡ് തീരാനായിട്ട് പോകുന്നു. അതിനുശേഷം ജനുവരി 1, 2025 തൊട്ട് ഈ ഒരു BRP കാർഡ് വിസയിലേക്ക് മാറുന്നു എന്നുള്ള കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. മിക്കവാറുമുള്ള എല്ലാ ആൾക്കാരും ഇപ്പോൾ വിസയിലേക്ക് ഓൾറെഡി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതലാണ് ഇതിന് വേണ്ടുന്ന ഇമെയിലുകളൊക്കെ ആൾക്കാർക്ക് അയച്ചു തുടങ്ങിയത്. ആദ്യ സമയത്ത് എല്ലാവർക്കും ഒന്നും ഇമെയിൽ ലഭിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ UKVI അവരുടെ വെബ്സൈറ്റിൽ തന്നെ അവർ കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഡയറക്റ്റ് നമ്മൾക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസയിലേക്ക് മാറാനായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെ നമ്മളുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്ന ഒരു 95% ആൾക്കാരും ഇപ്പോൾ ഓൾറെഡി വിസയിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ വിസയിലേക്ക് മാറുന്നതിന് ധാരാളം ആൾക്കാർ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ, അതായത് 1 ജാനുവരി മുതൽ ഇതൊരു പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ നാട്ടിൽ പോയിട്ടുള്ള ധാരാളം ആൾക്കാർ, ഞാൻ കേരളത്തെക്കുറിച്ചൊന്നുമല്ല, ഇവിടെ നിന്ന് അവരവരുടെ നാടുകളിലേക്ക് പോയിട്ടുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും മറ്റ് ആൾക്കാരാണെന്നുണ്ടെങ്കിലും തിരിച്ച് ഈ രാജ്യത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് 1 ജാനുവരിക്ക് ശേഷമാണ് എന്നുണ്ടെങ്കിൽ ഈ വിസ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാനായിട്ട് ബുദ്ധിമുട്ടും. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ വന്നതോടുകൂടി ഗവൺമെൻറ് ഇപ്പോഴേ പുതിയൊരു തീരുമാനമെടുക്കാനായിട്ട് പോവുകയാണ്. നമ്മളുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ ആയിരിക്കുന്ന സീമ മൽഹോത്ര പറയുന്നത് ഈ ഒരു കാര്യം കുറച്ച് നാളത്തെ കൂടി പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് പോവുകയാണ്. കാരണം ഇത് കംപ്ലീറ്റ്ലി 1 ജാനുവരി മുതൽ റോൾ ഔട്ട് ആകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോഴേ പുറത്ത് വന്നിരിക്കുന്നത്. അതായത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി ഒരു നിശ്ചിത കാലത്തേക്ക് കൂടി, ചിലപ്പോൾ 2-3 മാസത്തേക്കായിരിക്കും, അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ പുറത്ത് വന്നിട്ടില്ല. കുറച്ചുകൂടി സമയം കൊടുത്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ ഇനിയിപ്പോൾ വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും പേടിക്കേണ്ടുന്ന കാര്യമില്ല. വിസ എടുത്തവർക്കൊക്കെ നല്ല കാര്യമാണ്, നമുക്ക് വിസ മാത്രം മതി. പക്ഷേ UK പല തൊഴിലുടമകളും അതുപോലെ തന്നെ ലാൻഡ് ലോഡ്സും ഒക്കെ പറയുന്നത് അവർക്ക് ഫിസിക്കലായിട്ടുള്ള ഒരു പ്രൂഫ് അവരെ കാണിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഗവൺമെൻറ് ഇപ്പോഴൊരു റീതിങ്ക് ചെയ്തത്. ഇപ്പോൾ എന്തായാലും ഫുള്ളി 1 ജാനുവരി മുതൽ ഇത് പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. എന്തായാലും വിസ ഇപ്പോൾ എടുത്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഇത് വിസയിലേക്ക് മാറും. കാരണം UKVI ഫുള്ളി ഡിജിറ്റലൈസ് ആകാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് BRP കാർഡൊക്കെ മാറ്റിയിട്ട് ഫുള്ളി അവർ വിസയിലേക്ക് മാറിയത്. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾ ഇതുവരെ വിസയിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ അത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു കാര്യം കൂടി ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറഞ്ഞുകൊണ്ട് ധാരാളം വീഡിയോകൾ ഇപ്പോൾ തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരുതപ്പെട്ട എല്ലാവരും തന്നെ നിങ്ങളിപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുടെ അവസാനത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും, എങ്ങനെയാണ് നമ്മൾ BRP കാർഡിൽ നിന്നും വിസയിലേക്ക് പോകുക എന്നുള്ളത്. ഞാൻ എന്തായാലും ഇപ്പോഴേ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോട് ഞാനൊന്ന് പറയാം. വിദേശ തൊഴിലാളികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് വിസകളുടെ പൂർണ്ണമായ റോൾ ഔട്ട് മാറ്റിവെക്കാൻ അവർ തീരുമാനിച്ചു. സിസ്റ്റത്തിലെ തകരാറുകൾ കാരണം UK നിവാസികൾ വിദേശത്ത് കുടുങ്ങിപ്പോകുമെന്ന ആശങ്കയെ തുടർന്ന് മന്ത്രിമാർ അടുത്ത മാസം വിസകളിലേക്കുള്ള പൂർണ്ണ ഷിഫ്റ്റ് മാറ്റിവെക്കും എന്നാണ് ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നത്. പുതിയ ഡിജിറ്റൽ ഇമിഗ്രേഷൻ സംവിധാനത്തിലേക്ക് പ്രവേശനം നേടുന്നതിൽ പരാജയപ്പെട്ട അപേക്ഷകരിൽ നിന്നുള്ള പരാതികളെ തുടർന്ന് ആണിത്.
യു കെയിലെ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാനായിട്ട് ഈ വിസ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വരാതിരിക്കാൻ പ്രശ്നമായി മാറുമെന്ന് ഗവൺമെൻറ് കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് പോകുന്നത്. ബയോമെട്രിക് റെസിഡൻറ്റ് പെർമിറ്റുകൾ പോലുള്ള യു കെയിൽ തുടരാനുള്ള അവകാശം തെളിയിക്കുന്ന മിക്ക ഫിസിക്കൽ ഡോക്യുമെൻറ്റേഷനുകളും ഡിസംബർ 31 ശേഷം അത് വാലിഡ് ആയിരിക്കത്തില്ല എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ഒരു നിയമം എന്ന് പറയുന്നത്. യു കെയിൽ ജീവിക്കാനും ജോലി ചെയ്യാനും അവകാശമുള്ള കുടിയേറ്റ തൊഴിലാളികൾ ഈ വിസകൾ ആക്സസ് ചെയ്യാനാകില്ലെന്നും അവർക്ക് രാജ്യത്ത് തുടരാൻ അനുവാദമുള്ളതിന് തെളിവ് നൽകുമെന്നും നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴ് ഗവൺമെൻറ് ഈ ഒരു കാര്യം പഠിച്ചിട്ട് ഇത് പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. To apply for e-visa, you need to go to this website. I have added its link to the description. Once you go there, scroll down and click on Start Now. Then you will need to choose you have BRP and say yes and click on Continue. Then you need to tell if your BRP is expired or not. After that, you will have to create a UKVI account. Once you click on create account, you need to select this is for yourself and then your given name and your surname, and then select your nationality. Mine is Indian. After that, you need to choose your identity card. I chose BRP. Then you need to put your BRP number and the expiry date of your BRP and your date of birth. Once you have done that, you need to again choose BRP in the next step and then put your BRP number. And after that, you need to put your date of birth again and then complete a verification step by entering your phone number. And once you enter your OTP, you will see this page where you can start linking your e-visa because you have created the UKVI account now. And once you start linking your e-visa, you need to complete a few steps. So the first step is to confirm your identity, and you need to do this using the UKVI app. And for that, you will need to scan this QR code and download the UK immigration app and then follow a few steps by opening the app. And once you scan this code, you will be connected to a special link, and over there you need to scan your BRP. You need to read the BRP chip to verify your BRP. Then you will need to scan your face and take a picture of your face. So all these steps will be completed using the app, and once that is done, you will need to sign in again using your BRP details. You will have to put the BRP number and your date of birth. And once you have done that, you will be able to finish your identity verification step. You will just have to enter the OTP, and once that is done, you will see that there is a unique reference number linked to your application, and you will see that your identity information has been submitted. And once that is done, you can submit your location. You can choose yes, I'm in the UK if you're in the UK, and continue. After that, you need to put your contact preferences. I selected my email address and then continued. And then I chose my phone number, and then I verified these steps and continued. And then you will have to choose 3 security questions, and once you have selected them, you can verify your answers and then again continue. And then you need to declare that all the information that you have provided is accurate, and choose the first option where you tell that you are 18 above, and then you will need to submit your application. ഇപ്പോൾ എന്തായാലും ഈ ഒരു BRP കാർഡിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ഇ വിസയിലേക്ക് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മാറുക. ഗവൺമെൻറ് ഇപ്പോഴത് പോസ്റ്റ്പോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അടുത്ത ഒരു 3 അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു നിയമം പ്രാബല്യത്തിലേക്ക് വരും. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇ വിസയിലേക്ക് മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.